ആദ്യ കളക്ഷനോടെ പടയപ്പ എന്ന് പറഞ്ഞ രജനികാന്ത് സിനിമേന്റെ റിലീസ് കളക്ഷൻ തന്നെയാണ് ഫൈനൽ വേൾഡ് വൈഡ്. സിനിമ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. പടത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയാണ് സിനിമ നേടിയെടുത്ത തിയേറ്ററുകളിൽ? തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ 13,26,00,000 ടോട്ടൽ തമിഴ്നാട് ബോക്സ് ഓഫീസ്. കർണാടക 1,81,00,000, തെലുങ്ക് 17,00,000, കേരള 12,00,000, അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യ 5,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമ ഇന്ത്യയിൽ നിന്ന് കരസ്ഥമാക്കിയത് 15,41,00,000. പടം ഓവർസീസിന് ഇന്ത്യൻ്റെ വെളിയിൽ 3,25,00,000 നേടിയെടുത്തത്. ടോട്ടൽ വേൾഡ് വൈഡ് 18,66,00,000. നല്ലൊരു ഷെയർ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ്. 8 കോടിയുടെ അടുത്ത് കാണുന്നുണ്ട് സിനിമയുടെ ഷെയർ കളക്ഷൻ ആയിട്ട്. എന്തായാലും ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് നമ്മുടെ പടയപ്പ സിനിമേൻ്റെ റിലീസ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. അടുത്ത കളക്ഷൻ നമ്മുടെ നിവിൻ പോളി അഭിനയിച്ച നമ്മുടെ സർവ്വമായ സിനിമേൻ്റെ തന്നെയാണ്. സിനിമേൻ്റെ 40 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. 40 ദിവസം കൊണ്ട് സിനിമയ്ക്ക് ടോട്ടൽ വേൾഡ് വൈഡ് 150 കോടിൻ്റെ മുകളിൽ തന്നെയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ നിവിൻ പോളിയുടെ ആദ്യ 150 കോടി സിനിമ. എന്തായാലും OTTയിലും സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് 40 ദിവസം കൊണ്ട് കേരളത്തിലെ സിനിമയ്ക്ക് ടോട്ടൽ 77,66,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 40ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 2,25,00,000 കരസ്ഥമാക്കാൻ സാധിച്ചത്. എന്തായാലും നിവിൻ പോളിയുടെ ഒരു ഗംഭീര ചലച്ചിത്രം തന്നെയായിരുന്നു നമ്മുടെ സർവ്വമായ സിനിമ. മറ്റൊരു സിനിമയാണ് നമ്മുടെ ജീവ അഭിനയിച്ച തലൈവർ തമ്പി തലൈമേൽ എന്ന് പറഞ്ഞ സിനിമ. സിനിമയിൽ കഴിഞ്ഞ 19 ദിവസത്തെ വേൾഡ് വൈഡ് തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് സിനിമയ്ക്ക് 33,01,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ടോട്ടൽ. കർണാടക 1,96,00,000, കേരള 1,21,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് 42,00,000. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് 36,60,00,000. ടോട്ടൽ 19 ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഓവർസീസിന് 3,20,00,000 സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് കഴിഞ്ഞ 19 ദിവസം കൊണ്ട് 39,80,00,000. ഓൾമോസ്റ്റ് 40 കോടിയിലോട്ട് പോവുകയാണ് സിനിമ. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് സിനിമ കരസ്ഥമാക്കാൻ പോകുന്നത്. സിനിമയ്ക്ക് എന്തായാലും ഒരു 50 കോടി ക്ലബ്ബിൽ വരാൻ ചാൻസ് കാണുന്നില്ല. എന്തായാലും മാക്സിമം ഒരു 42 കോടി അല്ലെങ്കിൽ 45 കോടി. എന്തായാലും പടം നിലവിൽ 50 കോടി എത്താൻ ചാൻസ് വളരെ കുറവായിരുന്നു. ഡേ ബൈ ഡേ സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു വരികയാണ്. എന്തായാലും ബഡ്ജറ്റ് വെറും 10 കോടിയാണ്. സിനിമ നേടാൻ പോകുന്ന ഓൾമോസ്റ്റ് 40 കോടിന് മുകളിലാവുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് നിലവിൽ വേൾഡ് വൈഡ് ഷെയർ 17 കോടിന് മുകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് ചിലവൊക്കെ ഓൾമോസ്റ്റ് റിക്കവറി ആയിട്ട് എടുത്തിട്ടുണ്ട്. 177% അടുത്തൊക്കെ. ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് നമ്മുടെ ഈ ഒരു സംവിധായകന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് സിനിമ സമ്മാനിക്കാൻ പോകുന്നത്. തലൈവർ തമ്പി തലൈമേൽ. കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട്. അടുത്ത കളക്ഷൻ നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ മെള്ള സിനിമേൻ്റെ തന്നെയാണ്. പടം റിലീസിന് വന്നിട്ട് 4 ദിവസം ആവുകയാണ്. സിനിമയിൽ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. സിനിമയ്ക്ക് 4ാമത്തെ ദിവസം 83,00,000 കേരളത്തിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ടോട്ടൽ 4 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 3,34,00,000 സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ജോജു ജോർജ് അഭിനയിച്ച നമ്മുടെ വലത്ത് വശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ. 4 ദിവസമായിരിക്കാണ് സിനിമയും റിലീസിന് വന്നിട്ട്. സിനിമ ടോട്ടൽ 4 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 3,85,00,000. സിനിമയ്ക്ക് 4ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 46,00,000 സിംഗിൾ ഡേ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ചത്തപ്പച്ച എന്ന് പറഞ്ഞ സിനിമ. 2 ആഴ്ചയാവുകയാണ് പടം റിലീസിന് വന്നിട്ട്. എന്തായാലും പടത്തിൻ്റെ 12 ദിവസത്തെ കളക്ഷൻ തന്നെയാണ് നോക്കാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസ്. 12 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 16,35,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 12ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 20,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടം ഉടൻ തന്നെ OTT റിലീസിന് പോകാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്ക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും. അടുത്ത കളക്ഷൻ കംപ്ലീറ്റ് നമ്മുടെ ബേബി ഗേൾ എന്ന് പറഞ്ഞ നമ്മുടെ നിവിൻ പോളി സിനിമേൻ്റെ തന്നെയാണ്. സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് 11 ദിവസമായിരിക്കാണ് പടം റിലീസിന് വന്നിട്ട്. എന്തായാലും പടത്തിൻ്റെ 11 ദിവസത്തെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസ് 4,03,00,000. 11ാം ദിവസം നമ്മുടെ ബേബി ഗേൾ സിനിമയ്ക്ക് 3,50,00,000 സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ബേബി ഗേൾ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമ. എന്തായാലും വളരെ മോശമായൊരു കളക്ഷനിലോട്ടാണ് സിനിമ പോകുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും സിനിമ കളക്ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.